കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോ, പക്ഷെ അതിന്റെ ഹെൽത്തിലേക്ക് ഞാൻ പോണില്ല. എന്നും നിങ്ങളിത് വാങ്ങിച്ചു കൊടുത്താൽ അധികകാലം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയാണ്. കാരണം ചോക്ലേറ്റുകൾ ഏതുമാകട്ടെ അതിൽ ഏറ്റവും മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഞ്ചസാരയും ഇതൊക്കെ തന്നെയാണ്. പിന്നെ കുറെ മിക്സ്ഡ് പൗഡേഴ്സാണ്. ഇതൊക്കെ കുറെ കൂടുതൽ കാലങ്ങൾ കുട്ടികളെ കഴിച്ചാൽ, അടിക്കടി കഴിച്ചാൽ, ഇപ്പൊ ചെറിയ മക്കൾക്ക് വരെ കിഡ്നി രോഗമാണ്, ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോകണം. തിരുവനന്തപുരം മാർസിസിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ എന്റെ മുമ്പിലിരുന്ന കുട്ടികളെ എനിക്ക് ഓർമ്മയുണ്ട്, അവരുടെ ഉമ്മമാർ ഓർമ്മയുണ്ട്. CS സെന്ററിൽ ക്ലാസ് എടുക്കുമ്പോൾ ആ സമയത്ത് ഒരു വല്യമ്മ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു കുട്ടി തളർന്നു കിടക്കുക, ക്യാൻസർ വന്നിട്ട്, ഇതൊന്നും മരിച്ചു കിട്ടാൻ ഉസ്താദേ നിങ്ങൾ ദ്വാരക്കോ എന്നതാണ്. ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക് പ്രയാസമേറുന്ന രീതിയിൽ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്ത്, എന്തൊക്കെയോ ജങ്ക് ഫുഡുകൾ കൊടുത്ത് നമ്മുടെ കുട്ടികളെ കൊലക്ക് കൊടുക്കല്ലേ. ആ കുട്ടികൾക്കറിയില്ല. രാവിലെ എഴുന്നേറ്റാൽ, ഞാൻ എവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ആദ്യം കുട്ടികൾക്ക് വേണ്ടത് വെള്ളമാണ്. ഇതിൽ എത്ര പേരുണ്ട് സ്വന്തം മക്കൾക്ക് എഴുന്നേറ്റിട്ട് കണ്ട് വന്നിട്ട് മദ്രസയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുന്നവർ? കാരണം ഏകദേശം 7 മണിക്കൂർ 8 മണിക്കൂർ ഈ കുട്ടി കിടന്നുറങ്ങിയിട്ട് അവന്റെ കിഡ്നി ആവശ്യപ്പെടുന്നത് വെള്ളം വേണമെന്നാണ്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് കട്ടൻ ചായയാണ്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുക എന്നത് ആ കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമയാണ്. കുട്ടികൾക്ക് കിഡ്നി ഫെയിലർ ആകുന്നു, ക്യാൻസർ, ഏർലി ക്യാൻസർ എന്ന് പറയുന്ന സാധനം വരുന്നു. അതേപോലെ തന്നെ ക്യാൻസറിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഈ ബ്ലഡ് ക്യാൻസർ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികൾക്കാണ്. ഇതൊക്കെ നമ്മുടെ അശ്രദ്ധകളാണ്. അതിന് നമ്മുടെ ബജറ്റുമായി വലിയ ബന്ധമുണ്ട്. കാരണം കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചോക്ലേറ്റ് കൊടുക്കാവൂ, ആഴ്ചയിൽ ഒരു ദിവസമേ ഈ ഐസ്ക്രീം കൊടുക്കാവൂ, ഒരു ദിവസമേ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന മന്തിയും സാധനം കൊടുക്കാവൂ എന്നാണ് തീരുമാനിച്ചാൽ മതി. അല്ലാതെ എല്ലാ ദിവസത്തിലും ഇത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഒന്ന് കുട്ടികളെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അതും കൊണ്ട് നമ്മൾ താങ്ങിപ്പോകേണ്ടി വരും. നമ്മുടെ ഒരു കുട്ടിക്ക് കിഡ്നി ഫെയിലിയർ ആയാൽ മതി, നമ്മുടെ എല്ലാ സന്തോഷവും അവിടെ നിൽക്കും.